ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നന്ദിനിയുടെ മനസ്സ് തകർക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതോടൊപ്പം സൂര്യയുടെ ദേഷ്യവും സംശയങ്ങളും ഇനി വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന സൂചനയും ഈ ഒരു എപ്പിസോഡ് നൽകുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ ഫോട്ടോ നശിച്ചു കിടക്കുന്നത് കണ്ടുള്ള വേദനയിൽ നന്ദിനി ആകെ തകർന്നു പോവാണ്. ഒന്നും പറയാൻ കഴിയാതെ കണ്ണുനീർ മാത്രം മറുപടിയാകുന്ന അവസ്ഥ. ഇതേസമയം വീട്ടിലുള്ള ചിലർക്ക് ഇതൊന്നും ഒരു വലിയ വിഷമമല്ല. ചിലർ പരിഹസിക്കുകയും ചിലരതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാജു ആണെങ്കിൽ പൊട്ടിയ ഗ്ലാസ് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പൊട്ടിയ ഫ്രെയിം ഇനി ഭിത്തിയിൽ വയ്ക്കാൻ പാടില്ലെന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്ന സംശയത്തിൽ രാജു ചോദിച്ചപ്പോൾ അത് പുറത്തേക്ക് എറിഞ്ഞു കളയാൻ പറയുന്നതാണ് നന്ദിനിയെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളിൽ ഒന്നായിരുന്ന ഫോട്ടോ ഇങ്ങനെ കുപ്പയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നന്ദിനിയുടെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. ഇതിനിടയിൽ ഉറക്കമുണർന്ന സൂര്യ നന്ദിനിയെ അന്വേഷിച്ചെത്തുന്നു. അവൾ മിണ്ടാതെ പോയതിൽ ചെറിയൊരു പരിഭവം ഉണ്ടെങ്കിലും അവൾ എഴുതി വെച്ച കുറിപ്പ് കണ്ടപ്പോൾ അവൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ മുറ്റത്തേക്ക് നോക്കിയ നിമിഷം അവൻ കാണുന്നത് കീറിയും തകർന്നു കിടക്കുന്ന ആ ഒരു ഫോട്ടോയാണ്. ആ കാഴ്ച സൂര്യയെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്നുണ്ട്. ആരാണിത് ചെയ്തതെന്ന് അറിയാനായിട്ട് സൂര്യ ഭ്രാന്തനെ പോലെ ചോദ്യം ചെയ്യുന്നു. നന്ദിനിയോട് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും നന്ദിനിക്ക് ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ഒടുവിൽ സ്ലേറ്റിൽ എഴുതി കാണിക്കുന്നത് തനിക്ക് ആരാണ് അറിയില്ല എന്നതാണ്. അതോടെ സൂര്യയുടെ ദേഷ്യം ഇരട്ടിയാകുന്നുണ്ട്. ഇത് ചെയ്ത ആളെ ഞാൻ കണ്ടെത്തും, തെളിവ് സഹിതം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരും എന്ന സൂര്യയുടെ വാക്കുകൾ വലിയൊരു മുന്നറിയിപ്പായിട്ട് തന്നെ മാറുന്നുണ്ട്. താഴേക്ക് ഇറങ്ങിയ സൂര്യ എല്ലാവരുടെയും മുന്നിൽ രാജുവിനോട് വിശദീകരണം ചോദിക്കുന്നു. രാജു ആണെങ്കിൽ താൻ പൊട്ടിയ ഫോട്ടോ മാത്രം പുറത്തേക്ക് മാറ്റിയതാണെന്നും അത് ചെയ്യാൻ പറഞ്ഞത് വീട്ടിലെ മുതിർന്നവരാണെന്നും വ്യക്തമാക്കുന്നു. പക്ഷേ സൂര്യയ്ക്ക് അത് മതിയാകുന്നില്ല. ഫോട്ടോ പൊട്ടിയത് യാദൃച്ഛികമല്ല, മനഃപൂർവ്വം ചെയ്ത പ്രതികാരമാണെന്ന് തന്നെ സൂര്യ ഉറപ്പിക്കുന്നുണ്ട്. അതോടെ വീട്ടിലെ ഓരോരുത്തരുടെയും മേലും സംശയത്തിൻ്റെ നിഴൽ വീഴുന്നുണ്ട്. ആദ്യം പത്മയെയാണ് സൂര്യ സംശയിക്കുന്നത്. തുടർന്ന് രഞ്ജിത്തിനെയും ചോദ്യം ചെയ്യുന്നു. ഇന്നലത്തെ സംഭവങ്ങളുടെ പ്രതികാരമായിരിക്കാമെന്നാണ് സൂര്യയുടെ ആരോപണം. എല്ലാവരും ഓരോരുത്തരും തങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാകുന്നുണ്ട്. നന്ദിനിയോട് വീണ്ടും ചോദിച്ചപ്പോൾ പോലും നന്ദിനിക്ക് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. തലയിൽ കൈവച്ച് സത്യം ചെയ്ത് തനിക്കും ഒന്നും അറിയില്ലെന്ന് തന്നെ അവൾ അറിയിക്കുന്നു. അത് കണ്ട് സൂര്യയുടെ മനസ്സ് വീണ്ടും വേദനിക്കുന്നുണ്ട്. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുറ്റക്കാരനെ കണ്ടെത്താതെ താൻ പിന്മാറില്ലെന്ന് തന്നെ സൂര്യ ഉറപ്പ് നൽകുന്നു. ഇതിനിടയിൽ കഥ മറ്റൊരു വഴിയിലേക്ക് മാറുകയാണ്. ഗംഗ ചില ഗുണ്ടകളെ വിളിച്ച് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുന്നു. തൻ്റെ ശത്രുവിൻ്റെ വീട്ടിൽ നടക്കാനിരിക്കുന്ന നിശ്ചയ ചടങ്ങ് എങ്ങനെയെങ്കിലും മുടക്കണമെന്നാണ് ഗംഗയുടെ ലക്ഷ്യം. ഓരോരുത്തർക്കും പ്രത്യേകം ചുമതല നൽകുമെന്നും ഫോൺ വഴി നിർദ്ദേശങ്ങൾ നൽകുമെന്നും അവൾ വ്യക്തമാക്കുന്നു. എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇതേസമയം പത്മയും ഇന്ദ്രജയും വേദയും ചേർന്ന് ഫോട്ടോ നശിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഭിത്തി ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്ന് വരെ അവർ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഹരിത എത്തി എല്ലാവരും ഞെട്ടിക്കുന്ന ആ ഒരു സത്യം തുറന്നു പറയുന്നത്. ആ ഫോട്ടോ നശിപ്പിച്ചത് താനാണെന്ന് ഹരിത തുറന്നു പറയുന്നു. തൻ്റെ ഏട്ടനോട് നന്ദിനി പെരുമാറിയ രീതിയിലുള്ള ദേഷ്യമാണ് അതിന് കാരണമെന്നും ഹരിത പറയുന്നുണ്ട്. ഇത് കേട്ട പത്മ പോലും അവളെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഹരിതയുടെ ധൈര്യത്തെ പ്രശംസിക്കുന്ന പത്മയുടെ വാക്കുകൾ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇനി കൂടുതൽ രൂക്ഷമാക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറുവശത്ത് സൂര്യയാണെങ്കിൽ ഇപ്പോഴും വലിയൊരു ടെൻഷനിൽ തന്നെയാണ്. ഫോട്ടോ നശിപ്പിച്ചവർക്ക് നാളെ നന്ദിനിയെയും ഉപദ്രവിക്കാൻ മടിയുണ്ടാകില്ല എന്നാണ് സൂര്യയുടെ ഭയം. യതീന്ദ്രനും ഉദയനും പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂര്യ പിന്നോട്ട് മകറാൻ തയ്യാറല്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും കുറ്റക്കാരനെ വെറുതെ വിടില്ല എന്നും സൂര്യ ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഒടുവിൽ രാജു നന്ദിനിയോട് തൻ്റെ സംശയം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ അമേരിക്കയിൽ നിന്ന് വന്ന ആ പെൺകുട്ടിയാണെന്നാണ് രാജുവിൻ്റെ വിശ്വാസം. അവളുടെ അഹങ്കാരമാണ് ഇത്തരം പ്രവൃത്തികൾക്ക് കാരണം എന്നും രാജു പറയുന്നു. എന്നാൽ രാജുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് നന്ദിനി ശരിക്കും ഭയപ്പെടുകയാണ്. കാരണം ഇത് സൂര്യ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യം നന്ദിനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആകെ നോക്കുമ്പോൾ വികാരങ്ങളും കോപവും പ്രതികാരവും നിറഞ്ഞ ഒരു ശക്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. എന്തായാലും സൂര്യയ്ക്ക് യഥാർത്ഥ കുറ്റക്കാരനെ കണ്ടെത്താൻ കഴിയുമോ? ഹരിതയുടെ സമ്മതം വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും? അങ്ങനെ ഗംഗയുടെ പുതിയ പദ്ധതി വിജയിക്കുമോ? അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ എപ്പിസോഡ് റിവ്യൂകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും പ്രസ് ചെയ്യാം. താങ്ക്